എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വേണുവും രേവതിയും കൂടി നന്ദും കൂട്ടുകാരും കയറി അടിച്ചല്ലോ, അതിൻ്റെ പരാതി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നതാണ്. അന്നേരം വേണു പറയുന്നുണ്ട് കുടുംബത്തിലുള്ളവർ തന്നെയാണ് തല്ലിയത് എന്ന്. അന്നേരം അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിൾ ചോദിക്കും, കുടുംബത്തിലുള്ളവർ തല്ലിയാലും പുറത്തുള്ളവർ തല്ലിയാലും തല്ലിയാൽ വേദന ഒരുപോലെയില്ല, അതുകൊണ്ട് കേസ് കൊടുക്കണം. ഏതായാലും ഇന്ന് പുതിയ SI ചാർജ് എടുക്കുവാണ്. അന്ന് തന്നെ നിങ്ങളുടെ കേസ് വന്നത് നന്നായി, അപ്പം പുതിയ SIയോട് പറയാമെന്ന് പറയുന്നു. അതിന് ഭയങ്കര സന്തോഷത്തിലാണ് വേണു രേവതിയോട് പറയുവാണ്, പുതിയ SI നമ്മൾ പറയുന്ന പോലെ നിൽക്കുന്ന ആളാണെങ്കിൽ രക്ഷപ്പെട്ടു, എങ്ങനെയെങ്കിലും കടം മേടിച്ചാണെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചെടുക്കാമായിരുന്നു എന്ന് രേവതിയോട് പറയുന്നുണ്ട്. വേണുവും രേവതിയും പോയിരിക്കുന്ന ആ സ്റ്റേഷനിലേക്ക് തന്നെയാണ് നമ്മുടെ നന്ദു SI ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നത്. രാവിലെ റെഡിയായി, പോലീസ് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി നന്ദു നേരെ പോകുന്നത് മുത്തശ്ശനെ കാണാനാണ്. കാരണം മൂർത്തി മുത്തശ്ശനാണ് ഈ ജോലിയിലേക്ക് നന്ദുവിനെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ പകുതി വെച്ച് അതങ്ങ് മുടങ്ങിപ്പോയേനെ. ഏതായാലും അനുഗ്രഹം മേടിക്കാൻ ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും ജലജയ്ക്കും അനാമികയ്ക്കും ഒക്കെ നന്നായിട്ട് ചൊറിയൂല. അതുകൊണ്ട് തന്നെ നന്ദുവിനോട് ജലജ പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിൻ്റെ സ്വഭാവമൊക്കെ നീ ഒന്ന് മാറ്റണം, എങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പച്ചി. കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു സ്വഭാവ ശൈലി ഉണ്ടാവും, അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരല്ലാതെ ആകും, അതുകൊണ്ട് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മുഖത്ത് നോക്കി നല്ല ബോൾഡായിട്ട് ജലജയോട് പറയുന്ന നന്ദുവിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത്. എല്ലാവരും പുതിയ SI അല്ലേ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നന്ദു അങ്ങോട്ട് ചെല്ലുന്നതേ കാണുന്നത് വേണുവിനെയും രേവതിയാണ്. അവരും നന്ദുവാണ് അവിടുത്തെ SI എന്നറിഞ്ഞിങ്ങനെ ഞെട്ടി വായും പിളർന്നിരിപ്പുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്. ഏതായാലും നാളെ നല്ലൊരു എപ്പിസോഡായിരിക്കും.